അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 23, സൂറത്തുൽ മുഅ്മിനൂൻ, 57 മുതൽ 67 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ. നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ പേടിച്ചത് നിമിത്തം ഭയപ്പാടുള്ളവരായ ആളുകളും. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ റബ്ബിന്റെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുന്നവരായ ആളുകളും. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. തങ്ങളുടെ റബ്ബിനോട് പങ്കു ചേർക്കാത്ത ആളുകളും. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തങ്ങൾ കൊടുക്കുന്നതിന് അവർ തങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണ് എന്നതിനാൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരായിക്കൊണ്ട് കൊടുക്കുന്നവരും. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാതി വഹും ലഹാ സാബിഖൂൻ. അങ്ങനെയുള്ളവർ നല്ല കാര്യങ്ങളിൽ ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത്, അവർ അതിലേക്ക് മുൻകടക്കുന്നവരുമാകുന്നു. ആർക്കെങ്കിലും വല്ലതും കൊടുക്കുമ്പോൾ തങ്ങളുടെ പക്കൽ വല്ല തരത്തിലുള്ള വീഴ്ചയോ കുറവോ വന്നു പോയിട്ടുണ്ടോ, അള്ളാഹുവിങ്കൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കുവാൻ കാരണമാക്കുന്ന വല്ല ന്യൂനതയും വന്നുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള നടുക്കവും പേടിയുമാണ് ഹൃദയങ്ങൾ നടുങ്ങിയവരായിക്കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. മേൽക്കണ്ട ഗുണങ്ങളോട് കൂടിയവർ സൽക്കാര്യങ്ങളിൽ വളരെ ഉത്സാഹപൂർവം പരിശ്രമിക്കുകയും കിട്ടിയ അവസരമെല്ലാം അതിനായി ഉപയോഗപ്പെടുത്തുവാൻ ധൃതിപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും. ഇതാണ് ഒടുവിലത്തെ വചനം കാട്ടിത്തരുന്നത്. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ് വഹും ലാ യുളമൂൻ. ഒരു ദേഹത്തോടും അതിന് കഴിവുള്ളതല്ലാതെ നാം ശാസിക്കുകയില്ല. യഥാർത്ഥം തുറന്നു പറയുന്ന ഒരു ഗ്രന്ഥം അഥവാ രേഖ നമ്മുടെ അടുക്കലുണ്ട്, അവർ ആക്രമിക്കപ്പെടുന്നതല്ല. 3 സംഗതികളാണ് ഈ ആയത്തിൽ അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഒന്ന്, ഏതൊരാളുടെയും കഴിവനുസരിച്ചുള്ളതല്ലാതെ അവനോട് ശാസിക്കുകയില്ല. ഖുർആനിൽ ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഒരു മൗലിക തത്വമാണിത്. ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാവിധ കഴിവുകളും ഇതിൽ പരിഗണിക്കപ്പെടുന്നു. ആരാധനാ കാര്യങ്ങളിൽ മാത്രമല്ല, മനുഷ്യൻ പ്രവർത്തിക്കേണ്ടുന്ന എല്ലാ കാര്യത്തിലും ഇത് ബാധകമാണ്. നമസ്കാരത്തിലും നോമ്പിലും മാത്രമല്ല, സാധുക്കളെ സഹായിക്കുന്നതിലും സമുദായ സേവനത്തിലും മതപ്രബോധനത്തിലുമെല്ലാം തന്നെ ഈ നിയമം ബലത്തിലുണ്ട്. അപ്പോൾ സൽക്കർമ്മം ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മാർഗം ഒട്ടും കുടുസല്ല. ദുഷ്കർമ്മത്തിലും തോന്നിയവാസത്തിലും നിരതരായവർക്ക് സത്യത്തിൻ്റെ മാർഗം ഇടുങ്ങിയതാണെന്നോ മതശാസനകൾ അസഹ്യമാണെന്നോ പറയുവാൻ ന്യായവുമില്ല. 2, സൽക്കർമ്മികളുടെയും ദുഷ്കർമ്മികളുടെയും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ചെയ്തികളും കൃത്യവും വ്യക്തവുമായി രേഖപ്പെടുത്തിയ ഒരു രേഖാഗ്രന്ഥം അള്ളാഹുവിങ്കലുണ്ട്. 3, സജ്ജനങ്ങളുടെ സൽഫലങ്ങളിൽ വല്ല കുറവും വരുത്തിയോ ദുർജനങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ വല്ലതും അധികരിപ്പിച്ചോ ആരോടും അക്രമം ചെയ്യപ്പെടുകയില്ല. എല്ലാവരുടെയും നന്മ തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം ഹാജരാക്കിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ ഇപ്രകാരം പറയപ്പെടുന്നതാകുന്നു: ഇതാ നാം രേഖപ്പെടുത്തി വച്ച ഗ്രന്ഥം,
അത് നിങ്ങൾക്ക് യഥാർത്ഥം തുറന്നു പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് നാം പകർത്തെടുക്കുന്നുണ്ടായിരുന്നു. ഹദാ കിതാബുന യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. അൽ ജാസിയ 39. ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ. എങ്കിലും അവരുടെ, അതായത് അവിശ്വാസികളുടെ ഹൃദയങ്ങൾ ഇതിനെക്കുറിച്ച് അന്ധതയിലാകുന്നു. അവർക്ക് അത്, അതായത് മേൽപ്പറഞ്ഞത് കൂടാതെയുള്ള ചില പ്രവൃത്തികളാണുള്ളത്. അത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബി ഇദാ ഹും യജ്അറൂൻ. അങ്ങനെ അവരിലുള്ള സുഖിയന്മാരെ ശിക്ഷ മൂലം നാം പിടിക്കുന്നതായാൽ അപ്പോഴതാ അവർ നിലവിളി കൂട്ടുന്നു. ലാ തജ്അറുൽ യൗമ ഇന്നകും മിന്നാ ലാ തുൻസറൂൻ. അതായത് അവരോട് പറയപ്പെടും, ഇന്ന് നിങ്ങൾ നിലവിളി കൂട്ടേണ്ട, നിശ്ചയമായും നിങ്ങൾക്ക് നമ്മിൽ നിന്ന് സഹായം നൽകപ്പെടുകയില്ല. قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون. തീർച്ചയായും എൻ്റെ, അതായത് വേദലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മടമ്പുംകാലുകളിൽ, അതായത് വന്നപാടെ തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജുറൂൻ. അഹങ്കാരികളായ നിലയിൽ അതിൽ, അതായത് വേദഗ്രന്ഥത്തിൽ രാക്കഥയുമായി നിങ്ങൾ പിച്ചു പറഞ്ഞും കൊണ്ടിരിക്കുന്നവരായിരുന്നു. സാരം, മനുഷ്യന് അനുഷ്ഠിക്കാൻ കഴിയാത്ത ശാസനകളൊന്നും അള്ളാഹു അവരിൽ ചുമത്തിയിട്ടില്ല. അവർ പ്രവർത്തിക്കുന്നതെല്ലാം രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അവിശ്വാസികൾ അതൊന്നും ഗൗനിക്കാതെ അന്ധതയിലും അശ്രദ്ധയിലും കഴിഞ്ഞുകൂടുകയാണ്. 57 മുതൽ 60 പ്രസ്താവിച്ചതുപോലെയുള്ള സൽക്കർമ്മങ്ങളൊന്നും അവർ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അതിനു നേരെ വിപരീതമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഖുർആനെപ്പറ്റി ആക്ഷേപിക്കുക, നബിയെ പരിഹസിക്കുക, സത്യവിശ്വാസികളെ ഉപദ്രവിക്കുക മുതലായവയാണ് അവരുടെ ജോലി. അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ വഞ്ചിതരായി തങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന നിഗമനത്തിലാണ് അവരുള്ളത്. എന്നാൽ ഈ നില അധികം തുടർന്നു പോവുകയില്ല. താമസിയാതെ ആ സുഖ സൗകര്യങ്ങളിൽ നിന്നും അവർ പിടിച്ച് ശിക്ഷിക്കപ്പെടും. അപ്പോൾ അവർക്ക് തൻ്റെ ഇടം വരും. അവർ വിളിച്ചു നിലവിളിക്കാൻ തുടങ്ങും. പക്ഷേ ഫലമെന്ത്? ആ നിലവിളിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിക്കുക ഇപ്രകാരമായിരിക്കും: ഇന്ന് നിലവിളി കൂട്ടിയിട്ട് കാര്യമില്ല, യാതൊരു രക്ഷയും നിങ്ങൾക്കിവിടെ കിട്ടുവാൻ പോകുന്നില്ല. എൻ്റെ ആയത്തുകൾ റസൂൽ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളത് കേട്ടതുമില്ല, ചിന്തിച്ചതുമില്ല. കേൾക്കുമ്പോഴേക്കും നിങ്ങൾ പിന്നോക്കം പോവുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, ഞങ്ങൾ ഖുറൈശികളാണ്, കഅബയുടെ സംരക്ഷകന്മാരാണ് എന്നും മറ്റും പറഞ്ഞും കൊണ്ട് അഹങ്കാരം നടിക്കുകയും കഅബയുടെ പരിസരങ്ങളിൽ കൂട്ടം കൂടി ഖുർആനെക്കുറിച്ചും നബിയെക്കുറിച്ചും പരിഹാസപൂർവം രാക്കഥകളും തോന്നിയവാസവും പറഞ്ഞ് കാലം കഴിക്കുകയുമാണ് ചെയ്തത്. ഇനിയിപ്പോൾ നിലവിളിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല.